സ്ലീഹാകാലം 5-ാം വ്യാഴം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 63 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ജീവന്റെ അപ്പം. ശരീരത്തിന് ഭക്ഷണം ആവശ്യമെന്ന പോലെ ആത്മാവിനും ഭക്ഷണം ആവശ്യമാണ്. അതിനായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത്. നിത്യജീവൻ നൽകുന്ന ദൈവിക അപ്പമായി തന്നെ അവൻ നമുക്ക് നൽകി. അപ്പത്തിനു വേണ്ടി ഗോതമ്പ് പൊടിയാകുന്നത് പോലെ ആത്മീയ ഭക്ഷണമായി തീരാൻ യേശുവും മുറിയപ്പെടണമെന്ന ദൈവിക പദ്ധതിയാണ് കുരിശുമരണത്തിൽ നിവർത്തിതമായത്. പക്ഷേ ലോകത്തിന്റെ കണ്ണിൽ അത് അപഹാസ്യവും ഭോഷത്വവുമായിരുന്നു. പക്ഷേ അത് വലിയ ദൈവിക രഹസ്യമാണ്. ദൈവത്തിന്റെ കണ്ണിൽ രക്ഷാകരവുമാണ്. ദൈവത്തിന്റെ അരൂപി കൊണ്ട് നിറഞ്ഞവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കാനാവുകയുള്ളൂ. ജീവന്റെ അപ്പത്തിന്റെ ഈ പാഠം ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ അവന്റെ ശിഷ്യരിൽ ഏറെ പേരും അവനെ വിട്ടുപേക്ഷിച്ചുപോയി. അവനെ അനുഗമിച്ച ശിഷ്യർക്ക് അവനെ ഹൃദയം കൊണ്ട് അനുഗമിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണല്ലോ 12 ശിഷ്യരിൽ ഒരുവനായിരുന്നിട്ടും യൂദാസ് അവനെ ഒറ്റിക്കൊടുക്കുവാൻ ഇടയായത്. ശിഷ്യത്വം അവന് ശിക്ഷയായി മാറുകയും ചെയ്തു. അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ തങ്ങളുടെ തന്നെ ശിക്ഷാവധിയാണത്രേ ഏറ്റുവാങ്ങുന്നത്. 1 കൊറിന്ത്യർ 11-ാം അധ്യായം 27-ാം വാക്യം. രക്ഷയ്ക്കും ശിക്ഷയ്ക്കും കാരണമായ തിരുശരീരവും തിരുരക്തവും തികഞ്ഞ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം.